നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം കൂഫയിലെ മസ്ജിദിൽ ചില ആളുകൾ വട്ടമിട്ടിരുന്ന് ഒരാൾ അവരോട് പറയുന്നു, ഹല്ലിലു മിഅ, നിങ്ങൾ 100 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക. അപ്പോൾ അവർ കല്ലുകൾ കൊണ്ട് എണ്ണം പിടിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നു. പിന്നെ അയാൾ പറയുന്നു, കബ്ബിറു മിഅ, 100 തവണ നിങ്ങൾ തക്ബീർ എന്ന് പറയുക. കല്ലുകൊണ്ട് എണ്ണം പിടിച്ചവർ തക്ബീറുകൾ ചൊല്ലുന്നു. സബ്ബിഹു മിഅ, 100 തവണ സുബ്ഹാനല്ലാഹ് എന്ന് നിങ്ങൾ പറയുക എന്നൊരാൾ പറയുകയാണ്. കല്ലുകൊണ്ട് എണ്ണം പിടിച്ചവർ 100 തവണ ദിക്ർ ചൊല്ലുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, എവിടെയാണ് ഇരിക്കുന്നത്? മസ്ജിദിലാണ്. മസ്ജിദിലാണ്. എന്താണ് ചൊല്ലുന്നത്? ശ്രേഷ്ഠമായ 4 കലിമത്തുകളിൽപ്പെട്ട കലിമത്തുകളാണ്. സുബ്ഹാനല്ലാഹ്, വൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, വല്ലാഹു അക്ബർ. ഇതിനോളം ശ്രേഷ്ഠമായ കലിമത്ത് മറ്റൊന്നില്ല. അള്ളാഹുവിൻ്റെ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്കുകളാണിവ. അല്ല, ഇത് ഖുർആനിലുള്ളത് തന്നെയാണ്. നോക്കൂ, അത് സൂര്യൻ എന്തിൻ്റെയൊക്കെ മുകളിൽ ഉദിച്ചിട്ടുണ്ട്, അതിനേക്കാളെല്ലാം ശ്രേഷ്ഠമാണ്. പക്ഷേ അവരാ ചൊല്ലുന്ന രീതി ഈ രൂപത്തിൽ ഒരാൾ ചൊല്ലാൻ പറയുക, കല്ലുകൊണ്ട് മറ്റുള്ളവർ എണ്ണം പിടിച്ചേറ്റു ചൊല്ലുക, ഈ രൂപത്തിലൊരു സമ്പ്രദായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ലായിരുന്നു. സഹാബിമാരിലെ ഏറെ അറിവിന്, ഖുർആനിലുള്ള വിജ്ഞാനത്തിന് അറിയപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ, നബിയുടെ പോക്കും വരവും, നബിയുടെ രീതിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീര ചലനങ്ങളുമെല്ലാം നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇബ്നു ഉമ്മി അബ്ദ് എന്നറിയപ്പെടുന്ന അബ്ദുല്ലാഹിബ്നു മസ്ഊദിനെ നോക്കിയാൽ മതി എന്നാണ് സഹാബിമാർ, മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൻ്റെ പെരുമാറ്റം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ രൂപത്തിലുള്ള അംഗവിക്ഷേപങ്ങൾ, അതുപോലെ ഈ സഹാബിക്ക് കിട്ടിയിരുന്നു. കാരണം അത്രയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുലാസിമായി നബിയുടെ കൂടെ കഴിഞ്ഞ സഹാബിയായിരുന്നു ഇബ്നു മസ്ഊദ്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവിടുന്ന് ഒളിച്ചിരുന്ന്, ഖുറൈശികളിൽ നിന്ന് മറഞ്ഞിരുന്ന് ജനങ്ങൾക്ക് ഖുർആൻ ഓതിക്കൊടുക്കുമ്പോൾ അവരിൽ എണ്ണം പറഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ ഇബ്നു മസ്ഊദ് ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഓതിക്കൊടുക്കുമ്പോൾ ഒരു പാമ്പ് അവരുടെ നേരെ വന്നു വീണ പഴയകാല സംഭവം വരെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. ആ മഹാനായ സഹാബി അവിടേക്ക് കയറി വന്ന് അവരോട് പറഞ്ഞത് എന്താണ് പറഞ്ഞത്? സുബ്ഹാനല്ലാഹ്, അവരോട് പറയുകയാണ്, മാ അസ്റഅ ഹലകതികും യാ ഉമ്മത മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയുടെ ഉമ്മത്തെ, എത്ര വേഗമാണ് നിങ്ങൾ നശിച്ചുപോയത്. ഹൗലാഇ സഹാബത്തു നബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം മുതവാഫിറൂൻ, ഇതാ നിങ്ങളുടെ നബിയുടെ സഹാബിമാർ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്, അവർ മരിച്ചു തീർന്നിട്ടില്ല. വാനിയതുഹു ലം തുക്സർ, നബി ഉപയോഗിച്ച പാത്രങ്ങൾ പൊട്ടിപ്പോയിട്ടില്ല. വസിയാബുഹു ലം തബ്ല, നബി ഉപയോഗിച്ച വസ്ത്രങ്ങൾ നുരുമ്പിപ്പോയിട്ട് പോലുമില്ല. അത്രയും കാലമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടായിട്ടുള്ളൂ. ഫവല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ റബ്ബ് തന്നെ സത്യം. ഇന്നകും ലഅലാ മില്ലത്തിൻ ഹിയ അഹ്ദാ മിൻ മില്ലത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അം മുഫ്തതിഹു ബാബ ളലാല. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു വഴിയിലാണോ, ഏതൊരു മാർഗത്തിലാണോ ജീവിച്ചത്, അതിനേക്കാൾ നല്ല മാർഗത്തിലാണോ നിങ്ങൾ? അതല്ല, നിങ്ങൾ ദലാലത്തിൻ്റെ വഴികേടിൻ്റെ വാതിൽ തുറക്കുകയാണോ? അവർ പറഞ്ഞു, യാ അബാ അബ്ദുറഹ്മാൻ മാ അറദ്നാ ഇല്ലൽ ഖൈർ, ഞങ്ങൾ ഖൈർ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇബ്നു മസ്ഊദ് പറഞ്ഞു, വകം മിൻ മുരീദിൻ ലിൽ ഖൈരി ലൻ യുസീബഹ്, ഖൈർ ഉദ്ദേശിക്കുന്നു, നല്ലതല്ലേ, ഞങ്ങളുടെ ഉദ്ദേശം നല്ലതല്ലേ, കൂലി കിട്ടാനല്ലേ എന്നിങ്ങനെ കരുതുന്ന എത്ര ആളുകളുണ്ട്. അവനത് കിട്ടാൻ പോകുന്നില്ല. കാരണം ഈ ദീൻ അത് കേവലം നിന്റെ ഉദ്ദേശം മാത്രം നന്നാക്കാൻ വന്ന ദീനല്ല. നിന്റെ നീയത്ത് നന്നാകണം എന്നതുപോലെ നിന്റെ പ്രവർത്തനവും നേരായിരിക്കണം. അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം നീ പ്രവർത്തിക്കേണ്ടത് എന്നതുപോലെ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അനുസരിച്ചാണ് നീ പ്രവർത്തിക്കേണ്ടത്. പ്രിയമുള്ളവരെ, ആളുകൾക്ക് തോന്നുന്നതുപോലെ അവർക്ക് ദീനിൽ പുതിയ പുതിയ ആചാരങ്ങൾ ഉണ്ടാക്കാമെന്നാണ് എങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് അള്ളാഹുവിൻ്റെ റസൂൽ അനവധി തവണ അവിടുത്തെ ജീവിതത്തിൽ ബിദ്അത്തുകളെ കുറിച്ച് താക്കീത് നൽകിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസംഗങ്ങൾ തുടങ്ങാറുണ്ടായിരുന്നത് ബിദ്അത്തുകളെ കുറിച്ച് താക്കീത് നൽകിയിട്ടായിരുന്നു. അലാ ഫഇന്ന ശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. നബിയുടെ അവസാനത്തെ വസിയ്യത്തുകളിൽ ഒന്നാണ് എന്ന് സഹാബികളിൽ
ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച ആ പ്രസംഗത്തിൽ നമുക്ക് കാണാം, വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, ദീനിൽ പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക, അതെല്ലാം ബിദ്അത്താണ്, അതെല്ലാം ദലാലത്താണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ദീനിൽ പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങൾ വഴികേടാണ് എന്ന്. ഇന്നല്ലാഹ ഹജബ തൗബത അൻ കുല്ലി സാഹിബി ബിദ്അത്തിൻ ഹത്താ യദഅ ബിദ്അതഹ. അല്ലാഹു ഓരോ ബിദ്അത്തുകാരന്റെയും തൗബ തടഞ്ഞു വെച്ചിരിക്കുന്നു, അവനവന്റെ ബിദ്അത്ത് ഉപേക്ഷിക്കുന്നത് വരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നാളെ പരലോകത്ത് നബിയുടെ ഹൗദിനരികിൽ അതാ അതിൻ്റെ നീളവും വീതിയും 1 മാസത്തെ വഴി ദൂരമുണ്ട്. അതിൻ്റെ നിറം മഞ്ഞിനേക്കാൾ വെളുത്തതാണ്. അതിൻ്റെ രുചി അത് പാലും തേനും കലർത്തിയാൽ എത്ര മധുരമുണ്ടോ അതിനേക്കാൾ മധുരമുള്ളതാണ്. അതിൽ നിന്ന് കോരാനുള്ള കോപ്പകൾ നക്ഷത്രങ്ങൾ കണക്കെ ഭംഗിയും നക്ഷത്രങ്ങളുടെ എണ്ണവും അതിന് തുല്യമാണ്. സുബ്ഹാനല്ലാഹ്, അതിൽ നിന്നൊരു കോരൽ ഒരാൾ കുടിച്ചാൽ അവൻ ഒരിക്കലും പിന്നെ ദാഹിക്കുകയില്ല, അവൻ്റെ മുഖം പിന്നീട് കറുത്തു പോവുകയില്ല, അവൻ പിന്നെ ദൗർഭാഗ്യം അടയുകയില്ല, അതിൽ നിന്ന് അകറ്റപ്പെടും. ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാം, ഫസുഹ്ഖൻ സുഹ്ഖൻ ലിമൻ ഗയ്യറ ബഅദി, എനിക്ക് ശേഷം ഈ ദീൻ മാറ്റിമറിച്ചവൻ വിദൂരം വിദൂരം പോകട്ടെ എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുവൻ. എന്തിനാണ് നബി ഈ താക്കീതുകൾ പറഞ്ഞത്? നിങ്ങൾ ഈ പറയുന്ന വാദമനുസരിച്ച് ഹേയ് നബിയെ സ്നേഹിച്ചിട്ടല്ലേ, അത് നബി ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, സഹാബിമാർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് എങ്കിൽ ഏത് ബിദ്അത്താണ് പിന്നെ ആർക്കാണ് ഉണ്ടാക്കിക്കൂടാത്തത്? ബിദ്അത്ത് എന്ന ഈ പദത്തിനെന്തു പ്രസക്തി? നബിയുടെ ഈ താക്കീതുകൾക്ക്, നബിയുടെ മുന്നറിയിപ്പുകൾക്ക് പിന്നെ എന്തു പ്രസക്തി? ഒന്ന് പറയൂ നിങ്ങൾ, ആർക്കാണ് നബിയോട് സ്നേഹം? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി നബിയെ ഇത്തിബാഅ് ചെയ്ത് നബി പറഞ്ഞിടത്ത് നബി പ്രവർത്തിച്ചിടത്ത് അവസാനിപ്പിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നവർക്കോ, അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നബിയുടെ ബിദ്അത്തുകളെ കുറിച്ചുള്ള താക്കീതുകൾ അവിടെ നിൽക്കട്ടെ, ബിദ്അത്ത് ശിർക്ക്, ശിർക്ക് ബിദ്അത്ത് ഇതേ നിങ്ങൾക്ക് പറയാനുള്ളൂ, ജനങ്ങളെ നല്ലത് ചെയ്യാൻ അനുവദിക്കുകയില്ലേ എന്ന് പറയുന്നവർക്കോ അല്ലാഹു എന്താണ് ഖുർആനിൽ പറഞ്ഞത്? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ് ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. പറയൂ നബിയെ, ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റൂ, യുഹ്ബിബുകുമുല്ലാഹ്, എങ്കിൽ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കും, വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ എങ്കിൽ പുറത്തു തരും, വല്ലാഹു ഗഫൂറുർ റഹീം, അവനേറെ പൊറുക്കുന്നവനാണ്, അവനേറെ കരുണ ചൊരിയുന്നവനാണ്, അവനേറെ കരുണ ചൊരിയുന്നവനാണ്. നബിയെ ഇത്തിബാഅ് ചെയ്യൂ, അല്ലാഹു നിങ്ങളെ സ്നേഹിക്കും. അല്ലാഹുവിനെ നീ സ്നേഹിക്കുന്നുണ്ടോ, നീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാഅ് ചെയ്യൂ. അല്ലാഹു പറയുകയാണ്, ഇത്തിബാഅ് പിൻപറ്റുക എന്നാൽ എന്താണ്? ഫത്തബിഊനി എന്ന് പറയാൻ നബിയോട് കൽപ്പിക്കുകയാണ് അല്ലാഹു, എന്നെ പിൻപറ്റൂ. എന്താണ്? ബുദ്ധിയുള്ളവരെ പറയൂ, ഇത്തിബാഅ് എന്നാൽ, പിൻപറ്റുക എന്നാൽ ചെയ്യാത്തത് ചെയ്യലാണോ, മറികടക്കലാണോ, ധിക്കരിക്കലാണോ, അതല്ല അനുസരിക്കലാണോ? അനുസരിക്കലും പിൻപറ്റലുമാണോ? പറയൂ നിങ്ങൾ. നല്ല ഉദ്ദേശമാണെന്ന് വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിയതൊന്നും കാര്യമുണ്ടോ? അല്ലാഹു ഖുർആനിൽ അതാ നസ്രാനികളെ കുറിച്ച് പറയുകയുണ്ടായി, വറഹ്ബാനിയതൻ ഇബ്തദഊഹാ മാ കതബ്നാഹാ അലൈഹിം ഇല്ല ഇബ്തിഗാഅ റിദ്വാനില്ലാഹ് ഫമാ റഅഊഹാ ഹഖ്ഖ റിആയതിഹാ. നസ്രാനികളിൽ, ക്രൈസ്തവരിൽ ഒരു വിഭാഗം അവർ റഹ്ബാനിയത്ത് അവർ ആചരിച്ചു. എന്താണ് റഹ്ബാനിയ? വിവാഹബന്ധം ഉപേക്ഷിക്കുക, വിവാഹബന്ധം ഉപേക്ഷിക്കുക, ബ്രഹ്മചര്യം സ്വീകരിക്കുക. അള്ളാഹു ഖുർആനിൽ പറയുകയാണ് എന്ത്? അവർ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ് അത് ചെയ്തത്. ഇല്ല ഇബ്തിഗാഅ റിദ്വാനില്ലാഹ്, എന്നാൽ റബ്ബത് സ്വീകരിക്കുമോ? ഇല്ല. അവൻ പറയുകയാണ്, മാ കതബ്നാഹാ അലൈഹിം, നാം അവർക്കത് നിശ്ചയിച്ചിട്ടില്ലായിരുന്നു. അവരവരുടെ വക പുതുതായി ഉണ്ടാക്കിയ ആചാരം അള്ളാഹുവിന് വേണ്ടി വിവാഹബന്ധം തന്നെ ഉപേക്ഷിക്കുക, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹു സ്വീകരിക്കുകയില്ല. എന്തുകൊണ്ട്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അതിനില്ല. നബിയുടെ മാതൃകയില്ലാത്ത ദീൻ ഉണ്ടാക്കാൻ അള്ളാഹു നിന്നെ ഏൽപ്പിച്ചിട്ടില്ല. പ്രിയ സഹോദരങ്ങളെ, പറയൂ, ആരാണ് ദീൻ നിശ്ചയിക്കേണ്ടത്? ദീൻ നിശ്ചയിക്കാൻ ആർക്കാണ് അവകാശമുള്ളത്? അള്ളാഹുവിനല്ലാതെ. റബ്ബ് ഖുർആനിൽ പറയുകയാണ്, അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീൻ മാ ലം യഅ്ദൻ ബിഹില്ലാഹ്. അള്ളാഹു അനുവാദം നൽകാത്ത ദീൻ, മതനിയമം അവർക്കുണ്ടാക്കി കൊടുക്കാനുള്ള പങ്കാളികളുണ്ടോ അവർക്ക്? ആരാണ് അള്ളാഹുവിന് പുറമെ അവൻ്റെ ദീനിൽ പുതുതായി കൂട്ടിച്ചേർക്കാൻ മറ്റാർക്കാണ് അവകാശമുള്ളത്? മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അള്ളാഹുവിൻ്റെ വഹയിൻ്റെ അംഗീകാരമില്ലാത്ത,
അള്ളാഹു അംഗീകരിക്കാത്ത ഒരു കാര്യം ഈ ദീനിൻ്റെ പേരിൽ പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദീനിനെ കുറിച്ച് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ വഹി വന്നിട്ടാണ് അതേക്കുറിച്ച് സംസാരിക്കാറുണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിൻ്റെ വഹി അനുസരിച്ചാണ് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. എങ്കിൽ പിന്നെ പിൽക്കാലത്ത് വന്ന ആർക്കാണ് ദീനിലില്ലാത്ത പുത്തനാചാരങ്ങൾ ഉണ്ടാക്കാൻ അവകാശമുള്ളത്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ബിദ്അത്തുകളുടെ ഗൗരവം മനസ്സിലാക്കുക, അതിൽ നിന്ന് ബഹുദൂരം അകന്നു നിൽക്കുക. ഈ കാര്യങ്ങൾ അങ്ങേയറ്റത്തെ നസീഹത്തോടെ ഗുണകാംക്ഷയോടെ സാധിക്കുന്ന വഴികൾ ഉപയോഗിച്ച് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുക. അതിലൊരിക്കലും നിങ്ങൾ മടി കാണിക്കരുത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ സാധിക്കുന്ന പോരാട്ടമാണത് എന്ന് മനസ്സിലാക്കുക. ബിദ്അത്തിന്റെ കക്ഷികൾ ബിദ്അത്ത് പ്രചരിപ്പിക്കാൻ അവരുടെ അധ്വാനവും സമ്പത്തും സമയവുമെല്ലാം ചെലവഴിക്കുന്നുവെങ്കിൽ സുന്നത്തിൻ്റെ ആളുകളെ, സുന്നത്ത് മനസ്സിലാക്കിയവരെ, ബിദ്അത്തുകളുടെ അപകടം തിരിച്ചറിഞ്ഞവരെ, അത് പ്രചരിപ്പിക്കാൻ അധ്വാനം ഉണ്ടാകട്ടെ. അത് പ്രചരിപ്പിക്കാൻ സ്വശരീരവും സമ്പത്തും സമയവും എല്ലാം ചെലവഴിക്കൂ. അത് മുൻഗാമികളുടെ മാർഗമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗമാണ്, സഹാബത്തിൻ്റെ വഴിയാണ്. അഹ്ലുസുന്നത്തിൻ്റെ മഹാന്മാരായ പണ്ഡിതന്മാർ ബിദ്അത്തുകളെ എതിർക്കാൻ അവരുടെ ജീവൻ കൊടുത്തിട്ടുണ്ട്, അവരുടെ ജീവൻ അതിനുവേണ്ടി ത്യജിച്ചിട്ടുണ്ട്, അവർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ പേരിൽ സുബ്ഹാനല്ലാഹ് അങ്ങനെയുള്ള അപകടങ്ങളൊന്നും നമ്മുടെ മുന്നിലില്ല. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ സ്തുതിക്കുക. അതുപോലെ ഈ ദീൻ യഥാർത്ഥ രൂപത്തിൽ പ്രചരിപ്പിക്കാൻ സാധിക്കുന്നതുപോലെ പരിശ്രമിക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ.